നമസ്കാരം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധഭീതിയിലാണ് എന്ന് നമുക്കറിയാം. നമ്മൾ വാർത്തയിലും നമ്മൾ ന്യൂസ് ചാനലുകളും മൊത്തം കാണുന്നത് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്നോണം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇപ്പോൾ ആയിരിക്കുന്നത് 15,866 രൂപയും 10 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 1,67,000 രൂപയാണ്. നമ്മൾ ഇതിനു മുമ്പും സ്വർണ്ണവിലയെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്വർണ്ണവില മാറുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില ഇത്ര കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ സ്വർണ്ണവില ഇനിയും കൂടാൻ ചാൻസ് ഉണ്ടോ, അതല്ല കുറയാനാണോ സാധ്യത, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുണ്ടാകുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും 50,000 രൂപ മാത്രം ഉണ്ടായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അത് 1,50,000 മുകളിൽ ആവാനുണ്ടായ സാഹചര്യം, അത് എങ്ങനെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ വലിയ വലിയ ഗ്ലോബൽ ബാങ്കുകൾ സ്വർണ്ണവിലയെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ സ്വർണ്ണം വാങ്ങാനോ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ബൊസറ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഞാൻ അഭിലാഷ്. സ്വർണ്ണത്തിന്റെ കഴിഞ്ഞ 6 വർഷത്തെ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ സ്വർണ്ണ വിലയിൽ ഉണ്ടായ കഴിഞ്ഞ 6 വർഷത്തെ ഒരു മാറ്റം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 50,000 രൂപയായിരുന്ന സമയത്ത് അത് 2022 ആകുമ്പോഴേക്കും 52,000 രൂപ കഴിഞ്ഞിരുന്നു. 2024 ആകുമ്പോഴേക്കും 77,000 രൂപയോളമായി മാറി 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. 2025 അതായത് കഴിഞ്ഞ വർഷം 1,35,000 രൂപയായി അത് കുതിച്ചു കയറി. മാർച്ച് 2, 2026 അതായത് ഇന്നത്തെ 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏകദേശം 1,67,000 രൂപയാണ്. സോ ഇതിന്റെ ചുരുക്കം എന്താണ്? കഴിഞ്ഞ 6 വർഷത്തിൽ സ്വർണ്ണവിലയിൽ സംഭവിച്ച മാറ്റം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡബിൾ അല്ല, ഏകദേശം ട്രിപ്പിൾ ആയി മാറി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം, അല്ലെ? അതായത് ഈ 2020 ആരെങ്കിലും സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഈ ഒരു 6 വർഷത്തെ സ്പാനിന് ശേഷം, 6 വർഷത്തെ കാലയളവിന് ശേഷം ഇപ്പോൾ ആ നിക്ഷേപിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം മൂല്യം അവർക്ക് ആ സ്വർണ്ണത്തിൽ ലഭിച്ചേനെ. സോ നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വർണ്ണവിലയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി 27-ാം തീയതി 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏകദേശം 1,67,000 രൂപയോളമായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ വില 5,100 രൂപ കൂടി അത് ഏകദേശം 1,67,428 രൂപയോളം ആയി എന്നുള്ളതാണ്. ഇത് പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ആദ്യമായിട്ടായിരിക്കും. ചെന്നൈ, ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ GST ചാർജും അതുപോലെ തന്നെ ലോക്കൽ ചാർജും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 1,75,000 രൂപയോളം പ്രൈസ് സ്വർണ്ണത്തിന്റെ വില എത്താം എന്നാണ് റീറ്റെയിൽ വാങ്ങുന്ന ആളുകൾ പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണത്തിന്റെ വില ഇത്രയും അങ്ങോട്ട് കൂടുന്നത്. ഒന്ന്, വാങ്ങുന്നതിൽ ഉണ്ടാകുന്ന ഭയം, അതായത് ഫിയർ ഓഫ് ബൈയിങ്. ഇത്തരത്തിൽ ആഭ്യന്തര കലഹങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഗ്ലോബൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇൻവെസ്റ്റർമാർ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയപ്പെടും. റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെന്റുകളായ സ്റ്റോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിൽക്കുകയും അതിനു പകരം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ സ്വർണ്ണത്തിലോട്ട് മാറ്റി അവർ കൂടുതൽ സ്വർണം വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം സ്വർണം എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണത്തിന്റെ ആഗോള ഡിമാൻഡ് വലിയ രീതിയിൽ കുതിച്ചുയരുന്നതായിട്ടും നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഇൻവെസ്റ്റർമാർ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണത്തിനുള്ള ആഗോള ഡിമാൻഡ് വലിയ രീതിയിൽ കുതിച്ചുയരും. ഇത് സ്വർണ്ണ വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് എണ്ണ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. ഈ 2 കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട എണ്ണ റൂട്ടായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്ന ആ ഒരു റൂട്ട്, അതായത് എണ്ണ പ്രധാനമായിട്ടും എൻറൂട്ട് ചെയ്യുന്ന ഒരു പാത, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പറയുന്ന ആ ഒരു റൂട്ട് ഇറാനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഈ ഒരു ഓയിലിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും എണ്ണയുടെ വിലയും കൂടും. എണ്ണയുടെ വില കൂടുന്ന സമയത്ത് പണപ്പെരുപ്പവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പണപ്പെരുപ്പം വരുന്ന സമയത്ത് ആളുകൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. എന്തിന്? അവരുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്വർണം ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ തകർച്ചയും സ്വർണ്ണ വില കൂടാനുള്ള പ്രധാന സാഹചര്യങ്ങളിൽ ഒന്നാണ്. ഗ്ലോബൽ ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ വരുന്ന
വരുന്ന സമയത്ത് US ഡോളറിന് അനുസൃതമായിട്ടുള്ള ഇന്ത്യൻ റുപ്പിയുടെ വില കുറയുന്നു. ഇന്ത്യ സ്വർണം ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, ഇന്ത്യയിലേക്കുള്ള സ്വർണം പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്ന സമയത്ത് നമ്മൾ സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ വില കൂടും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ സ്വർണം വളരെ എക്സ്പെൻസീവ് ആവും എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. സോ ഈ ഒരു 3 പ്രധാനപ്പെട്ട റീസണുകൾ, ഒന്ന് ഇൻവെസ്റ്റർമാർ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നു, അവർ സ്വർണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എണ്ണയിൽ ഉണ്ടാകുന്ന വിലവർദ്ധനവ്, പിന്നെ ഇൻഫ്ലേഷൻ, അതുകൂടാതെ രൂപയുടെ മൂല്യത്തകർച്ച. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്വർണ്ണ വില കൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് നോക്കാം ലോകത്തിലെ പ്രധാനപ്പെട്ട മേജർ ബാങ്കുകൾ എന്തൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്. ഗോൾഡ്മാൻ സാച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2026 അവസാനത്തോടു കൂടി, ഏകദേശം അവസാന ഭാഗത്തേക്ക് ഈ വർഷം കടക്കുന്നതോടുകൂടി 10 ഗ്രാം സ്വർണത്തിന് 1,70,000 രൂപ മുതൽ 1,90,000 രൂപ വരെ ആവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഗോൾഡ്മാൻ സാച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെൻഷൻ സിനാരിയോ നിൽക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ യുദ്ധം പോലെയുള്ള വലിയൊരു ഇഷ്യൂ, ഗ്ലോബൽ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് മോർഗൻ സ്റ്റാൻലി എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 1,85,000 രൂപ വരെ സ്വർണ്ണ വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. JP മോർഗനും ഡച്ച് ബാങ്കും എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റീജിയണൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 2,10,000 രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇത് ചെറിയ നമ്പറുകളല്ല, മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കാണിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചൂണ്ടിക്കാണിക്കലാണ്, ഒരു പ്രൊജക്ഷൻ ആണ് എന്നതാണ് ഈ ഒരു കണക്കുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ തന്നെ എക്സ്പേർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഒരു യുദ്ധ സാഹചര്യം മാറിക്കഴിഞ്ഞാലും 2024 ഉണ്ടായ സ്വർണത്തിന്റെ വിലയിലെ ആ ഒരു ലെവലിലേക്ക് സ്വർണ്ണവില ഒരിക്കലും കുറയില്ല എന്നതാണ്. സ്വർണം ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫ്ലോറിലാണ് എന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 1,50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ ലോങ് ടേമിൽ സ്വർണത്തിന്റെ വില ഉണ്ടാകാം എന്നതാണ് ഒരു ന്യൂ നോർമൽ എന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ ചെറിയ മാറ്റം ഉണ്ടായാലും വലിയൊരു രീതിയിൽ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാവില്ല എന്നതാണ് എക്സ്പേർട്സ് എല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആ പ്രഡിക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അനുമാനവും. സോ എന്താണ് നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്? സ്വർണ്ണവില ഇന്നത്തെ വില എന്ന് പറയുന്നത് ഏകദേശം 1,67,000 രൂപയാണ്. ഒരു ട്രേഡിംഗ് സെഷനിൽ തന്നെ 5,000 രൂപയോളമുള്ള വർധനവാണ് സ്വർണ്ണ വിലയിൽ സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധമാണ്. ചില പ്രഡിക്ഷനുകൾ പ്രകാരം 1,90,000 രൂപ വരെ സ്വർണ്ണവിലയിൽ വർധനവുണ്ടാവാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്? ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി എത്രത്തോളം ഉണ്ടാവാം, എത്രത്തോളം വർദ്ധിക്കാം സ്വർണ്ണവില, അതിന്റെ പ്രഡിക്ഷൻ എന്താണ്? എക്സ്പേർട്സ് ആയിട്ടുള്ള ബാങ്കുകളും എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് അവരുടെ പ്രഡിക്ഷൻ എന്താണ് എന്നത്, അവരുടെ പ്രഡിക്റ്റഡ് നമ്പർ എത്രയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. സോ സ്വർണ്ണവിലയിൽ കുറവുണ്ടായാൽ തന്നെ അത് വലിയ ഒരു കുറവ് 2024 ഉള്ളതുപോലെയുള്ള സ്വർണ്ണവില ഇനി ഉണ്ടാവില്ല. ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെ, ആ ഒരു ന്യൂ നോർമൽ സ്റ്റേറ്റിൽ തന്നെ സ്വർണ്ണവില പോയിക്കൊണ്ടേയിരിക്കും എന്നതാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു കൺക്ലൂഷൻ പോലെ എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയുന്നതല്ല, എക്സ്പേർട്സ് പറയുന്നതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ സാമ്പത്തികപരമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് പരമായിട്ടും എന്ത് തീരുമാനം എടുക്കുമ്പോഴും കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശമോ സഹായമോ തേടുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയി രേഖപ്പെടുത്താം. വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.